മരണ വാർത്തകളെ പോലും PR വർക്കിനായി വളച്ചൊടിക്കുന്ന നെറികെട്ട മാധ്യമ പ്രവർത്തനം, അതും കേരളത്തിലെ നമ്പർ 1 എന്ന് സ്വയം അവകാശപ്പെടുന്ന മനോരമയുടെ വക തന്നെ. ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കാണാനിടയായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം, 5 രോഗികൾ മരിച്ചു. കമന്റ് ബോക്സ് എടുത്തപ്പോൾ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സർക്കാരിനെയും ഒക്കെ നിശിദ്ധമായി പരിഹസിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന ഒരു ലോഡ് കമന്റ്സ്. സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാനായിട്ട് രാവിലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിൽ ഒരു തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവിച്ചത്. അതിനെ തുടർന്ന് ICUവിൽ ഉണ്ടായിരുന്ന പേഷ്യൻസിനെ മറ്റൊരു ICUവിലേക്ക് മാറ്റുകയും അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ തുടരുകയും ചെയ്തിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഷോർട്ട് സർക്യൂട്ടിലൂടെയായിരുന്നു തീപിടുത്തം ഉണ്ടായതെന്ന് തെളിഞ്ഞിരുന്നു. ഈ സംഭവത്തിന് ശേഷം അതേ ICUവിൽ ഉണ്ടായിരുന്ന 5 രോഗികൾ മരിച്ചു എന്നുള്ളതും സത്യമാണ്. പക്ഷെ അത് തീപിടുത്തം കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് കാരണമോ അല്ല. വാഹന അപകടങ്ങളിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന പേഷ്യൻസ് ആയിരുന്നു മരിച്ചത്. അവരുടെ മരണ കാരണവും ആക്സിഡന്റുമായി ബന്ധപ്പെട്ടതായിരുന്നു, അല്ലാതെ അതിന് തീപിടുത്തവുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ സർക്കാരിനെതിരെ തൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അസ്ത്രം കിട്ടിയ സന്തോഷത്തിൽ മനോരമ രാവിലെ തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റ് അങ്ങ് ഇറക്കി. നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല, കാരണം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പോലും എനിക്ക് നാണക്കേടാണ്. വ്യാജ വാർത്തകളും പറയാം, വളച്ചൊടിച്ച വാർത്തകളും പറയാം, പക്ഷെ അതിനും ഒരു മര്യാദ വേണം. മനോരമയിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ.